പോളിംഗിന് നിയോഗിക്കപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ടിനുള്ള ബാലറ്റുകൾ നിഷേധിക്കുന്നുവെന്ന് NGO യൂണിയൻ. ഇടുക്കിയിൽ 1000-ലേറെ ഉദ്യോഗസ്ഥർ അപേക്ഷ നൽകിയപ്പോൾ അനുവദിച്ചത് 500-ൽ താഴെ ബാലറ്റുകൾ. ഒപ്പം സമർപ്പിക്കേണ്ട സത്യവാങ്മൂലം ഇല്ലാതെയാണ് ബാലറ്റുകൾ എത്തിയതെന്നും ആരോപണമുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇടുക്കിയിൽ പ്രതിഷേധവും നടന്നു. പോസ്റ്റൽ ബാലറ്റ് വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടു. ആർക്കും വോട്ട് ചെയ്യാനാകാത്ത സാഹചര്യം ഉണ്ടാകരുത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പോസ്റ്റൽ ബാലറ്റ് വിതരണത്തിന്റെ നിജസ്ഥിതി 3:30-ന് അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, 3:30-ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കാനാണല്ലോ പറഞ്ഞിട്ടുള്ളത്. വിശദാംശങ്ങൾ എന്താണ്? മോത്തി, സമീപകാലത്തൊന്നുമില്ലാത്ത ഒരു അനിശ്ചിതത്വമാണ് ഇപ്പോൾ ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. കാരണം ഈ പോസ്റ്റൽ ബാലറ്റുകളിൽ പല മാറ്റങ്ങളും വരുത്തി. അതുകൊണ്ട് തന്നെ ഇതിലൊരു കൃത്യതയുമില്ലാത്ത അവസ്ഥയാണ്. ഇന്നലെ തന്നെ എറണാകുളത്ത് ഈ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ പോയ പല ഉദ്യോഗസ്ഥരും മടങ്ങിപ്പോയതായി അവരൊക്കെ നമ്മളെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കാരണം ആവശ്യത്തിന് ബാലറ്റ് എത്തുന്നില്ല. അതേ വിഷയം തന്നെയാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് കാണുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ മറുപടിയില്ല. കാരണം ഇതിന്റെ പ്ലാനിങ്ങിലൊക്കെ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ NGO യൂണിയന്റെ ഒരു ഹർജി എത്തിയപ്പോൾ ഒരു യൂണിയൻ ഇതുപോലെ ഹർജി നൽകാൻ കഴിയില്ല, വ്യക്തികൾക്ക് മാത്രമേ ഹർജി നൽകാൻ കഴിയൂ എന്നൊരു വാദമെടുത്തു. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് പോസ്റ്റൽ ബാലറ്റിന് അർഹതയുള്ള ആളുകൾക്ക് വോട്ട് നിഷേധിക്കാൻ പാടില്ല, അവർക്ക് ആ ബാലറ്റുകൾ നൽകിയേ മതിയാകൂ എന്നൊരു നിലപാടിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. 2 മണിക്കകം ബാലറ്റുകളുടെ വിതരണം ഉറപ്പാക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 3:30-യോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതിലെ ഇപ്പോഴത്തെ നിജസ്ഥിതി എന്ത് എന്ന് അറിയിക്കാനും ആവശ്യപ്പെട്ടിരിക്കുന്നു. 3:30-യോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് അത് കോടതി പരിശോധിച്ച ശേഷം ഒരു കൃത്യമായ ഒരു ഉത്തരവിലേക്ക് കോടതി ഇന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ചില പരാതികൾ ഉയർന്ന ഘട്ടത്തിൽ ഒരു ദിവസം കൂടി ഇതിന് സമയം നീട്ടി നൽകിയിരുന്നു. എന്തായാലും ഇപ്പോഴും പലയിടത്തും പരാതികൾ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോടതി എന്തായാലും അക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് 3:30-യോടുകൂടി തീരുമാനം കോടതിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കേണ്ടി വരും. അതിന്റെ അടുത്ത നടപടികൾ കോടതിയിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്യും. ശരി, ബിനിലാണ് വിശദാംശം.